ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിക്കുനെയും കൊണ്ട് നമ്മൾ ഷോപ്പിങ്ങിന് പോവാണ്. അവൾക്ക് കുറച്ച് സാരി എടുത്തു തുടങ്ങണം കേട്ടോ. അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവളിപ്പോൾ പട്ടം സെൻറ്റ് മേരീസിൽ DLED ജോയിൻ ചെയ്തിട്ടുണ്ട്. DLED എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടീച്ചേഴ്സ് ട്രെയിനിങ്ങിൻ്റെ കോഴ്സാണ്. അപ്പോൾ അത് 2 വർഷത്തെ കോഴ്സാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഈ വർഷം ജോയിൻ ചെയ്തേ ഉള്ളൂ. അതിൻ്റെ ഭാഗമായിട്ട് തോന്നയ്ക്കൽ LP സ്കൂളിൽ അവർക്കിപ്പോൾ ഒരു ട്രെയിനിങ് അങ്ങനെ എന്തോ ഒരു പരിപാടി 5 ദിവസത്തേക്കുണ്ട്. അപ്പോൾ ഈ 5 ദിവസം ടീച്ചേഴ്സിൻ്റെ ഒരു ഗെറ്റപ്പിലൊക്കെ ആണല്ലോ പോകാൻ, എങ്കിലും ഒരു ബിൽഡപ്പുള്ളൂ, അല്ലാതെ നോർമൽ ഡ്രസ്സിൽ പോയാൽ ശരിയാവില്ല. അപ്പോൾ അവൾ പഴയ സാരി എന്തൊക്കെയോ തേച്ച് വയ്ക്കുന്നുണ്ടായിരുന്നു. സാരീസിൻ്റെ കളക്ഷൻ വളരെ കുറവാണ് അവൾക്ക്. അപ്പോൾ ഇപ്പോഴാണ് അതിൻ്റെ ഒരു ആവശ്യമുള്ളത്. അപ്പോൾ എന്നെ ബുദ്ധിമുട്ടിപ്പിക്കേണ്ടതെന്ന് വെച്ചിട്ട് അവൾ അതിനെപ്പറ്റി പറയാതെ അവൾ പഴയ സാരിയൊക്കെ തേച്ച് അവൾ അമ്മയുടെ നിന്ന് കുറച്ച് കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ തേച്ച് ഇടാനായിട്ടുള്ള പരിപാടിയാണ്. അവൾക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട് പോകുന്നതിൻ്റെ ഭാഗമായിട്ട്. അപ്പോൾ അതിൻ്റെ കാര്യം പറഞ്ഞാണ് ഞാൻ കൊണ്ടുപോകുന്നത്. എന്നിട്ട് നമുക്ക് 2-3 സാരി നല്ലത് നോക്കി എടുത്തു കൊടുക്കണം. അവൾക്കൊരു കുറച്ച് നാളത്തെ ഈ 2 കൊല്ലം ഇട്ട് ഓട്ടിക്കാൻ അവൾ അത് വാങ്ങിച്ചു കൊടുത്താൽ ധാരാളമാണ്. അവൾ ഈ 2 കൊല്ലം അത് തന്നെ ഇട്ട് ഓട്ടിച്ചോളും. അങ്ങനെയൊന്നും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ ഭാഗ്യമായിട്ട് ഓക്കെ അതൊക്കെ വിട്. അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് നേരെ ആദ്യം ചിക്കനെ വിളിക്കാൻ പോകാം. എനിക്ക് നമ്മൾ കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. ഓരോ വ്ളോഗായിട്ട് ഇനി മുതൽ കണ്ടിന്യൂസ് വ്ളോഗിടാനുള്ളൊരു പരിപാടിയാണ്. നടക്കുമെന്ന് അറിയത്തില്ല, കാരണം ഞാൻ പറഞ്ഞല്ലോ, 2 പേരും അപ്പുറം ഇപ്പുറം. അവൾ അവിടെ ആയിരിക്കും, ഞാൻ ഇവിടെ ആയിരിക്കും. അങ്ങോട്ടും ഇങ്ങോട്ട് മാറി നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് അങ്ങോട്ട് പോകാം. പറഞ്ഞ് നീട്ടി പോകുന്നില്ല. എന്തൊക്കെയാണ് നമുക്ക് ആദ്യം ചിക്കൻ വിളിക്കാൻ പോകാം. വേറെ കാര്യം പറയണമെന്ന് വെച്ചാൽ നമ്മുടെ ഹോമിൻ്റെ ടൂർ ഇതുവരെ നടത്തിയിട്ട് അത് നോക്കി ഫുള്ള് സെറ്റാണ്. ഒരുവിധം സെറ്റാക്കി ഞാൻ കയറിയത്. ഇതൊക്കെ ഞങ്ങളുടെ പെയിൻറ്റിങ്ങാണ് കേട്ടോ. ഞാനും അച്ഛനും കൂടി ചേർന്ന് വരച്ചതാണ് ഈ ബാക്കിൽ കാണുന്ന ഈ സ്റ്റെയർ കേസിൻ്റെ ഇവിടുത്തെ ഡിസൈനൊക്കെ. അപ്പോൾ കുറേ കാണിക്കാറുണ്ട്. അത് ചിക്കൻ കൂടി ഇവിടെ ഉള്ള സമയത്ത് ഞാൻ ഫുള്ള് വീണ്ടും ഒരു വ്ളോഗ് ചെയ്യാം. കാരണം അത്രയും കാത്തിരുന്ന് നമ്മൾ ഉണ്ടാക്കിയൊരു വീടാണ്. 10-17 കൊല്ലത്തോളം വേറെ റെൻറ്റിനൊക്കെ കിടന്നിട്ട് നമ്മൾ ഫാമിലി എല്ലാവരും കൂടെ ചേർന്ന് മാത്രം ഉണ്ടാക്കിയൊരു വീടാണ്. അപ്പോൾ അതിൻ്റെ വ്ളോഗും കാര്യങ്ങളൊക്കെ കുറച്ചൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇനി എന്തൊക്കെയായാലും ചിക്കു എല്ലാവരും ഉള്ള സമയത്ത് നമുക്കൊരു ഫാമിലി വ്ളോഗ് കണക്ക് ഈ വീട് മൊത്തം എക്സ്പ്ലോർ ചെയ്യുന്ന രീതിയിൽ. പുറത്തൊക്കെ ഇനിയും പണി ബാക്കി കിടപ്പുണ്ട്, പക്ഷേ അകത്തെ പണി എല്ലാം ഒരുവിധം തീർത്തായിരുന്നു. നമ്മൾ കാറിലാണ് കേട്ടോ പോകണം. കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാണ്ട് ഒന്ന് റേഷൻ കടയിൽ പോകണം. അപ്പോൾ നമ്മൾ കാറിലാണ് പോകണത്. ഞാനൊരു സെക്കൻഡ് കാറൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വ്ളോഗോ കാര്യങ്ങളോ ഒന്നും ഇടാൻ പറ്റിയില്ല. സത്യം പറഞ്ഞാൽ എല്ലാത്തിനും ഇടുന്നതിനൊന്നിനൊരു ടൈം കിട്ടിയില്ല എന്നുള്ളതാണ്. ഈ പൊക്കപ്പുറത്താണ് നമ്മുടെ കാറ് കിടക്കുന്നുണ്ടോ. ഇനി ഇവിടെ പണി ബാക്കിയുണ്ട്, വീടിൻ്റെ പണി ഇനിയും ബാക്കി കിടപ്പുണ്ട്. ഇങ്ങനെയാണ് കാർ ഇട്ടിരിക്കുന്നത്. ഇതാണ് നമ്മുടെ വീട് കേട്ടോ. അതെൻ്റെ കമ്പനിയുടെ ബോർഡാണ്. അതവിടെ മാറ്റിയിട്ട് വലിയൊരു ബോർഡ് അവിടെ വയ്ക്കാൻ പോവാണ് ഞാൻ. എന്തൊക്കെയാണ് നമുക്ക് ഇനി സമയം കിട്ടുമ്പോൾ വീടിൻ്റെ വ്ളോഗൊക്കെ ചെയ്യാം. എന്തൊക്കെയാണ് ഞാനിപ്പം ചിക്കുനെ വിളിക്കാൻ പോട്ടെ. വണ്ടി എടുത്ത് വെളിയിട്ടിട്ടുണ്ട്. എന്നിട്ട് ഇത് വലിച്ച് കെട്ടണം. ഇവിടെ മതിലൊന്നും കെട്ടിയില്ല കേട്ടോ. അതുകൊണ്ട് ഈ പച്ച തുണിയാണ് വലിച്ച് ഇവിടെ തൽക്കാലം കെട്ടിയിരിക്കുന്നത്. ഇനി മതിലൊക്കെ കെട്ടണം. പതുക്കെ ഓരോന്നും ചെയ്യാം. ഓക്കെ, ഫുള്ള് മറിച്ചിട്ടുണ്ട്. നമ്മളെ വണ്ടി ഇതേ കിടക്കുന്നുണ്ട്. ഈ വണ്ടി ഇവിടെ കിടന്നാൽ പിന്നെ വേറൊരു വണ്ടി ഇവിടെ പോകത്തില്ല. അത്രയ്ക്ക് വഴി ചെറുതാണേ. അപ്പോൾ വണ്ടി അധികം ഇട്ടേക്കാൻ പറ്റില്ല. വണ്ടി നമുക്ക് നേരെ എടുത്തുകൊണ്ട് പോവാം. എവിടെയും കാണും തോന്നിയിരിക്കുന്നു. നിൻ്റെ അടുത്തൊക്കെ റെഡിയായി നിൽക്കാൻ പറഞ്ഞ നീ എത്ര മണി എൻ്റെ അടുത്ത് പറഞ്ഞ? ഇപ്പം എത്ര മണിയാണെന്നറിയാമോ? 2:15 ഇറങ്ങുമെന്ന് പറഞ്ഞേനെ നീ. ഇപ്പം എത്ര മണിയായി? 2:30 മണിയായി. നീ വരണില്ലേടി അമ്മണി? നീ വരണില്ലേ? ഒരു ഹായ് പറഞ്ഞു. ഒരു ഹായ് പറ. അതുകൊണ്ട് എല്ലാവരും നോക്കണം. ഹായ് പറ. സുഖം തന്നെയെന്ന് ചോദിച്ചാണ്. തന്നെ ഇപ്പം റെഡിയായി ഇറങ്ങാന്ന് പറഞ്ഞു. ഇറങ്ങിയില്ലെങ്കിൽ പടി കിട്ടു. പെട്ടെന്ന് ഇന്ന് പോ. പെട്ടെന്ന് കഴിക്കണി പോ. കാറ് കൊണ്ടുവന്നു.
ഇവിടെ ഈ വിധത്തിൽ രണ്ടെണ്ണത്തിനെ റെഡിയാക്കി ഇറക്കി. നാടാ അങ്ങോട്ട്. ബാക്കില്ല, അതാണ് കാറിന്റെ ബാക്ക്. ആണ് ഇവിടെ ഒരു വലിയ ഫാൻ ഇരിപ്പുണ്ട്. ഓ, വണ്ടി ചൂടാവുമ്പോഴേ തണുപ്പിക്കാൻ വേണ്ടി ഒരു ഫാൻ ഇരിപ്പുണ്ട് അവിടെ. ആ, അതിലൊരു ഫാനുണ്ടോ, വലിയ ഫാൻ. അതാണ് നമ്മൾ വണ്ടി ചൂടാവൂലേ, അപ്പോഴേ തണുപ്പിക്കാൻ വേണ്ടിയാണ്. നോക്കി തീർന്നാ, വാ പോവാ. പേടിയാവണമെന്ന് വണ്ടി കയറിയിട്ട് പോവാ. ഹായ് പറയടി കമ്മണി. കമ്മണി സീറ്റ് ബെൽറ്റ് ഒക്കെ ഇട്ട് ബാക്കി ഇരിക്കണം പറ. ഫ്രണ്ട് ഇരുന്നൂടെന്ന് പറ. ഫ്രണ്ട് ഇരുന്നൂടെന്ന് പറ. കമ്മണി കൊള്ളാമോന്ന് ചോദിച്ചു. സുന്ദരിയാണെന്ന് ചോദിച്ചു. സുന്ദരിയായടി. എവിടെയാണെന്ന് പറഞ്ഞോളൂ. മകളെ കടയിൽ പോണം. രാമചന്ദ്രൻ കടയിൽ പോണം. രാമചന്ദ്രൻ. ആണോ? ചിക്കു, നിനക്ക് ഇഷ്ടപ്പെട്ട 2 സാരി എടുത്തോ? എനിക്ക് മനസ്സിലായി. അയ്യേ, മോൾ എന്റെ അടുത്ത് പറഞ്ഞില്ലേ എന്താണ് സാരി എടുക്കാൻ പോണെന്ന് പറഞ്ഞ അവളടുത്ത്? ഇല്ല. കമ്മണി അമ്മയ്ക്ക് നല്ല സാരി എടുത്തു പറയും. ഇടാൻ പറ്റുന്ന ടൈപ്പൊക്കെ എടുക്കാറുണ്ട്. അതിന് തന്നെ അമ്മ എടുത്തോ. നോക്ക് നല്ലവയ്ക്ക് പറഞ്ഞോണ്ട് അമ്മയ്ക്ക്. കമ്മണി ഒളിച്ചിരിക്കുന്ന കമ്മണി. കമ്മണി എനിക്ക് സാരി എടുത്ത് കമ്മണി ഒളിച്ചിരിക്കുന്ന എത്ര ഞാനിങ്ങനെ നോക്കിയാട്ടാ. നമ്മളെ ഫ്ലിപ്കാർട്ടിൽ നോക്കിയിട്ട് ഇതിന്റെ ബ്ലൗസ് ഉണ്ടായിരുന്നു ബ്ലൂ കളർ. ബ്ലൗസ് ഉണ്ടല്ലോ ഇഷ്ടപ്പെടാത് ബ്ലൗസ് ബ്ലൗസ് മാച്ചാണ് ബ്ലൗസ് എടുക്കാൻ പറ്റില്ലല്ലോ. നീ തൊണക്കി. നിനക്ക് ടോട്ടൽ ഇവിടുന്ന് 3 സാരി എടുക്കാം. ഓ, 3 സാരി നിനക്ക് എടുക്കാം. ആ, അത് നീ വിചാരിച്ചില്ലല്ലോ. ആ, 3 സാരി ടോട്ടൽ നിനക്ക് എടുക്കാം. പെട്ടെന്ന് സെറ്റ് ചെയ്തോ, ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്യാം. 2000 years later. ഏത് ബ്ലൂവിൻ്റെ ഇവിടെ? പക്ഷെ മഞ്ഞയില്ലേ? സെലക്ഷൻ ചെയ്ത് തുടങ്ങി 1 വർഷത്തിന് ശേഷം വീണ്ടും സെലക്ഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. തീർന്നില്ല. അതുകൊണ്ട് അവിടെയും തുടങ്ങിയിട്ടുണ്ട്. അത് കുട്ടിയാണ്. ഇതിൻ്റെ വലുതാകുമ്പോൾ ഇതിൻ്റെ അപ്പുറം ഇരിക്കും. അത് ഇതിപ്പോൾ തന്നെ ഇങ്ങനെയാണ്. ഹലോ 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 കമ്മണി കൺമണി. കമ്മണിക്ക് ഒരു കുടുക്ക വാങ്ങിയതേ കണ്ടോ, മഞ്ഞ കുടുക്ക. അല്ലേ കമ്മണി? കമ്മണിക്ക് പൈസ ഇടാൻ കുടുക്ക വാങ്ങിച്ചല്ലേ കമ്മണി? നമ്മള് മഞ്ഞ കുടുക്ക എടുത്തോ. കമ്മണി മഞ്ഞ കുടുക്ക എടുത്ത് കാണിച്ചു കൊടുത്താണ്. വീഡിയോയിലെ ക്യാമറ കാണിച്ച. ആ, മഞ്ഞ കുടുക്ക. ഞാൻ എന്താ ഒരു കെറ്റിൽ വാങ്ങിച്ച്. കെറ്റിൽ ഇതിൻ്റെ പേരെന്താണ്? കേട്ടില്ല, മനസ്സിലായില്ലേ? മറ്റേ ചൂടുവെള്ളമൊക്കെ തിളപ്പിക്കാനും വെള്ളം തിളപ്പിക്കാനും കട്ടൻ ചായ ഇടാനും ഒക്കെ ഉള്ളൊരു സാധനം. ഓഫറിൽ കിടന്നു കേട്ടോ, അങ്ങനെ വാങ്ങിച്ചതാണ്.
അതല്ലേ ഓക്കെ നമ്മൾ കട്ടി കണ്ടിരിക്കണം കണ്ടില്ല ഇത് കണ്ടില്ല ഇല്ല എൻ്റെ ഇല്ല സത്യമായിട്ടുമില്ല ഇല്ല നിൻ്റെ കയ്യിലുണ്ടത് ഞാൻ നിന്റെ തന്നെ അവിടെ വെച്ച് എനിക്കറിയണ്ട ഇത് നിന്റെ കാണും തപ്പ് നീ പോയിട്ടോ ഞാൻ ഇവിടെ ഇരിക്കാം പോക്കറ്റ് വയ്ക്കണം ഞാൻ വിചാരിച്ച അന്ന് കളഞ്ഞോണ്ട് കളഞ്ഞാന്ന് പോ ലെറ്റ്സ് ഗോ ഇനി അടുത്ത് എങ്ങോട്ടാണ് പോണെന്ന് പറഞ്ഞാണ് പറ എങ്ങോട്ട് പോണു ഓ പിന്നെ ബീച്ചിലല്ല ഈ നിന്നെ വയ്യാത്ത നിങ്ങൾ രണ്ടെണ്ണത്തിനെയും കൊണ്ട് ഞാൻ ബീച്ചിലല്ല പോകാൻ പോണത് പറ ഇങ്ങോട്ട് നോക്ക് എന്നെ നോക്ക് പറ അമ്മച്ചി രഹസ്യം ഒന്നും പറയണ്ട അപ്പൊ അവിടെ കിഴങ്ങൊക്കെ എടുത്ത് വെച്ചേക്കാണ് അതുകൊണ്ട് ഫുഡിന്റെ പരിപാടി അങ്ങ് മറന്നേക്കും ഇതാണ് ഇവിടെ സ്ഥിരം നടക്കുന്നത് കമ്പനി എവിടെ പോണ് പോവാ ബീച്ചിൽ ഇരുന്നാൽ ഇതെന്താണ് കാണിച്ചു കൊടുക്കും ഞങ്ങളുടെ കമ്പനിക്ക് ഒരു കുടുക്ക വേണമെന്ന് പറഞ്ഞെടുത്ത് വീട്ടിലൊരു കുടുക്ക ഉണ്ട് കേട്ടോ ഞാൻ ഒരെണ്ണം വാങ്ങിച്ചു കൊടുത്ത് അത് ഏകദേശം നിറയാറായി നല്ല വെയിറ്റ് ആയത് അപ്പോൾ അടുത്ത ഒരെണ്ണം വാങ്ങിച്ചു ഇതിൽ കണ്ട് അപ്പോൾ അടപ്പ് ഇളക്കിയാലും നമുക്ക് കണ്ട ഒന്നും കൂടെ അടച്ചു വെക്കാൻ പറ്റുമെന്ന് തോന്നുന്നു ഒരു തവണ കട്ട് ചെയ്താലും പിന്നെ അടപ്പടയ്ക്കാൻ പറ്റും മനസ്സിലായോ റീയൂസ് ചെയ്യാൻ പറ്റും അത് കൊള്ളാം കേട്ടോ കമ്പനി ഇതിലിട്ട് എന്തിനാൻ പോണ എന്താണ് പൈസ ഇടും അയ്യ ചിരി വയ്ക്കാണ്ടിരുന്നു കമ്പനി ഇവിടെ നോക്കടി ഞാൻ അപ്പഴേ വിചാരിച്ചു എനിക്ക് അപ്പഴേ തോന്നി പൊറോട്ട പറയണം ചിക്കൻ വേണ്ടേ പക്ഷെ ഇന്ന് വാങ്ങിച്ചില്ല ഇന്നൊന്നും വാങ്ങിച്ചില്ല ഇല്ല ഇന്നൊന്നും വാങ്ങിച്ചില്ല മസാല അങ്ങോട്ട് പോകും നീ ആദ്യം അൽഫാം തിന്നി അത് തീർന്നിട്ട് ഞാൻ ആലോചിക്കട്ടെ രണ്ടെണ്ണോടെ ഇറങ്ങിയിരിക്കുകയാണ് വയറും വാടകയ്ക്ക് എടുത്തോട്ട് നോക്കിയാണ് മതി ഓർഡർ ചെയ്ത് കഴിഞ്ഞ് കൊച്ചിനെ മനസ്സിലായി നിന്റെ തീറ്റ ഓവറാണോ ബ്ലോഗിന്റെ പേരും പറഞ്ഞോണ്ട് ഇന്ന് തിന്നാന്ന് വിചാരിക്കണ്ട നമ്മള് കുടിച്ചു നീ കുടിച്ചില്ല അമ്മ കുടിക്കോ അമ്മയ്ക്ക് എന്തിനു വാങ്ങിച്ചു കൊടുക്കണം ഷാർജ വേണോ അമ്മ നോക്കണ്ട പറ ഷാർജ എന്ന് പറഞ്ഞപ്പോ കണ്ടിരുന്നുണ്ട് അമ്മേരെ അയ്യേ നാണക്കേട് തന്നെ കേട്ടാ കമ്പനി ഒക്കെ പച്ചക്കറിയും കൊടുത്തിട്ട് അൽഫാം കൊള്ളാം കുത്തി കയറണം ഇങ്ങനെ ഇരുന്നിട്ട് എപ്പോഴും പറയുന്ന പോലെ ഈ ഫുഡൊക്കെ ഫിനിഷ് ചെയ്തിട്ട് വരാം കേട്ടോ ഫുഡിൻ്റെ ഇടയിൽ സംസാരമില്ല ടാറ്റാ അപ്പോൾ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ച് ഇറങ്ങിയപ്പോഴത്തേക്ക് താമസിച്ചു കേട്ടോ അത് കഴിഞ്ഞതേ നമ്മൾ റേഷൻ കടയിൽ പോയി റേഷനൊക്കെ വാങ്ങിച്ച് എല്ലാം കഴിഞ്ഞ് കമ്പനി ഇതേ കുടുക്കയിൽ പൈസയൊക്കെ ഇട്ട് തുടങ്ങി കേട്ടോ അപ്പോൾ എന്തൊക്കെയാണ് റോഡിൻ്റെ സൈഡ് വണ്ടി നിർത്തിക്കുക വണ്ടി ഇവിടെ നിർത്തുകൊണ്ട് പോകണം നല്ല ബ്ലോക്കുണ്ട് അപ്പോൾ എന്തൊക്കെയായാലും ഇനി അടുത്തൊരു വീഡിയോയിൽ നമ്മളൊരു വ്ളോഗായിട്ട് ഇനി വരും ഉറപ്പായിട്ടും വരും എന്നാണ് എൻ്റെ വിശ്വാസം നോക്കാം അല്ലേ ഓക്കെ അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.